ഇതൊരുപാട് പഴയതാണ്. ആദ്യം ശ്രുതി, അതായത് വീണ്ടും ചില പാളുകൾ താഴേക്ക് പതിക്കുന്നു എന്ന് വേണം ഈ പറയാൻ. എന്തായാലും ഇവിടെ ഇപ്പോൾ കല്ല് വീണ, ലൂസായിട്ടുള്ള കല്ല് വീണാണ്. ലൂസായിട്ടുള്ള കല്ല് വീണാണ്. ഈ കെട്ടിടം പ്രവർത്തിക്കുന്നതാണല്ലോ അല്ലേ? ഇപ്പം ഉള്ളതാണല്ലോ. ഇതില്ലേ മാറി നിൽക്കുന്നതാണ് നല്ലത്. ഇനിയും അതിന്റെ ഭാഗങ്ങൾ കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് നിൽക്കണം ശരത്. സ്മൃതി, അതായത് നമുക്കിപ്പോൾ ഈ കെട്ടിടത്തിന്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാക്കും. അതായത് കെട്ടിടത്തിന്റെ ഒരു ഭാഗം, ഈ ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗം ഇപ്പോഴും അപകടാവസ്ഥയിൽ നിൽക്കുകയാണ്. അതിൽ നിന്ന് ഇപ്പോഴും കല്ലൊക്കെ തന്നെ താഴേക്ക് അടർന്നു വീഴുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ്, അതായത് ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം താഴേക്ക് പതിക്കുകയും മറ്റൊരു ഭാഗം ഇപ്പോഴും ഇങ്ങനെ അപകടാവസ്ഥയിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ഭാഗമാണ് ഇപ്പോൾ ഇങ്ങനെ ഉയർന്ന നിലയിൽ നിൽക്കുന്നത്. ക്ലോക്ക് ടവർ ആണ് തകർന്നത്. അത് വർഷങ്ങൾ പഴക്കമുള്ള ടവറാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് തന്നെയാണ് അവിടുത്തെ സമീപവാസിയും പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗങ്ങൾ വീണ്ടും അടർന്ന് വീഴുന്നുണ്ട് എന്നുള്ളതാണ്. ശക്തമായ മഴയിൽ കോഴിക്കോട് ഇന്ന് വ്യാപകമായി തന്നെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസം കൂടിയാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലും ഇത്തരമൊരു അപകടമുണ്ടായതെന്നാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പുനർനിർമ്മാണം ഒരു വശത്ത് നടക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. പക്ഷേ ഇത് ആ ഭാഗമല്ല എന്നാണ് ശരത്ത് പറയുന്നത്. പറഞ്ഞോളൂ. സ്റ്റാഫുകൾ ഇത് ബാരിക്കേഡ് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വീഴാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. വീഴാൻ സാധ്യത നേരത്തെ കണ്ടെത്തി. അതെ, ചെറിയ വിള്ളലുണ്ടായിരുന്നു അതിൽ രാവിലെ തന്നെ. കുറച്ച് ദിവസമായിട്ട് വിള്ളല് നോട്ടീസറാണ്, അതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാറ്റ്ഫോമിലേക്ക് അപ്പോൾ ആ സമയത്ത് ആളുകളൊന്നും എല്ലാവരും ഒഴിപ്പിച്ചായിരുന്നു. അതിനകത്ത് ആരുമില്ല, ഉറപ്പാ. സംഭവിച്ചത് ഞാനിങ്ങനെ ഇന്റർവ്യൂ കൊടുക്കാൻ പാടില്ല. സംഭവിച്ചത് കുറച്ച് കേടുപാടുണ്ടായിരുന്നു. കെട്ടിടം ഒരു വിള്ളലുണ്ടായിരുന്നു. അതായത് നേരത്തെ തന്നെ വിള്ളൽ ഈ ഭാഗത്തുണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ വിള്ളൽ വീഴാനുള്ള സാധ്യത കണക്കിലാക്കിയിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് വീഴുമെന്ന് കണക്കാക്കിയിട്ടുണ്ടാവില്ല. കെട്ടിടം കാലപ്പഴക്കം ചെന്നതാണ്. കെട്ടിടത്തിന്റെ അവസ്ഥ ഇപ്പോഴും അപകടാവസ്ഥയിൽ തന്നെയാണ്. ഇതിനോട് ചേർന്ന് നിൽക്കുന്നതും ഇപ്പോഴും പ്രതിസന്ധിയാണ്. കാരണം ഏത് നിമിഷവും മറ്റൊരു ഭാഗം കൂടി നിലം പതിക്കാനുള്ള സാധ്യതയാണുള്ളത്. അത് പതിക്കുകയാണെങ്കിൽ തീർച്ചയായും മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിനോടേക്കോ അല്ലെങ്കിൽ ഈ വീണ അതേ ഭാഗത്തേക്കോ ആണ് വീഴാൻ സാധ്യതയുള്ളത്. പക്ഷേ അത്തരത്തിൽ കെട്ടിടത്തിന്റെ ഈ ഭാഗം കൂടി വീഴുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ഈ റെയിൽവേയുടെ വൈദ്യുത ലൈനിലേക്ക് കൂടി വീഴാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ആ ഒരു അപകട സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആളുകളൊക്കെ തന്നെ മാറ്റുന്നുണ്ട്. ഈ ട്രാക്കിലേക്ക് ഇനി ഇപ്പോൾ വീഴുകയാണെങ്കിൽ തീർച്ചയായും ഈ നേരത്തെ വീണ ഷീറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഈ വൈദ്യുത ലൈനിനോട് ചേർന്നാണ് റെയിൽവേയുടെ. ആ വൈദ്യുത ലൈനിലേക്ക് കൂടി വീഴുകയാണെങ്കിൽ അത്തരം പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഇപ്പോൾ ആളുകളെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആരും അകപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആശ്വാസകരമാണ്. പക്ഷേ വലിയ അപകടം തന്നെയാണ് ഒഴിവായിട്ടുള്ളത് എന്ന് വേണം പറയാൻ. കാരണം നിരവധി ആളുകൾ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസ് അടക്കം പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിനോട് ചേർന്നാണ്. അത് ഒന്നടങ്കം അതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും നിലം പതിക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേ വലിയ അപകടം അത് ഒഴിവായി പോയി എന്നുള്ള ആശ്വാസം പറയേണ്ടി വരും. ഒപ്പം നിരവധി ട്രെയിനുകൾ പോകുന്നതാണ്. ആ സമയത്ത് ഒരു ട്രെയിൻ നേരത്തെ എത്തി അതിവിടെ നിർത്തിയിട്ട് പോയത് കൊണ്ടുകൂടിയായിരിക്കണം അത്തരത്തിലൊരു അപകടം കൂടി. അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിലേക്കോ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ട്രെയിൻ ആ സമയത്ത് പോവുകയാണെങ്കിൽ അതിലേക്കോ ഒക്കെ തന്നെ വീണ് വലിയൊരു അപകടത്തിന് കൂടി സാധ്യത ഉണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിൽ അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഇനിയിപ്പോൾ നോക്കുന്നത് ഈ കെട്ടിടത്തിന്റെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഭാഗം എങ്ങനെ പൊളിച്ചു നീക്കും. ഒപ്പം ഈ വീണ് കിടക്കുന്ന കെട്ടിടത്തിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പോലീസുകാർ ആരുമില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും ശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ കെട്ടിടത്തിനകത്തേക്ക് ആരെങ്കിലും കയറിയ സമയത്തോ അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ അത് ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. അത്തരത്തിൽ പരിശോധന നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എന്തായാലും കെട്ടിടത്തിന്റെ ഈ വീണ് കിടക്കുന്ന ഭാഗം അത് നീക്കണമെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മറുഭാഗം കൂടി അതുകൂടി പരിഗണിച്ചിട്ട് വേണം ഈ വീണ് കിടക്കുന്ന ഭാഗം ഇവിടെ നിന്ന് മാറ്റാൻ എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം എത്തി പരിശോധന നടത്തി. നിലവിൽ ഫയർഫോഴ്സ് സംഘം ഇതിന്റെ ഏത് ഭാഗത്ത് നിന്ന് ഇങ്ങനെ നീക്കാൻ കഴിയുമെന്നുള്ളത് അവരും പരിശോധിക്കുന്നുണ്ട്. കാരണം എളുപ്പം കയറി എല്ലാ ഭാഗവും ഒഴിവായിരിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ ക്ലോക്ക് ടവറാണ് തകർന്നു വീണത്. അതിലെ ഒരു ഭാഗം അടർന്നു വീണു. ഇപ്പോഴും അതിലെ ചില ഭാഗങ്ങൾ വീഴുന്നുണ്ടെന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ അപകട സാധ്യത മുന്നിൽ കണ്ടിരുന്നു. ഇത് പഴകിയ കെട്ടിടം വീഴാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് അവിടെ ബാരിക്കേഡ് കിട്ടിയിരുന്നു എന്നാണ് നേരത്തെ റെയിൽവേ പോലീസ് അറിയിച്ചത്. അവിടേക്ക് ആരെയും കയറ്റി വിട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം ഒഴിവായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ക്ലോക്ക് ടവർ ഇടിഞ്ഞു വീഴുമ്പോൾ ആ കെട്ടിടത്തിന്റെ ഒരു വലിയ ഭാഗം തന്നെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് വീണിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നു. ഈ ട്രാക്കിലോടുള്ള ട്രെയിനുകളുടെ യാത്ര അല്പം ദുഷ്കരമാകും. കുറച്ച് നേരത്തേക്കെങ്കിലും ഈ
ഈ അവശിഷ്ടങ്ങൾ എടുത്തു മാറ്റേണ്ടതുണ്ട്. ആ നടപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇനിയും വീഴാനുള്ള സാധ്യത കൂടി മുന്നിൽ കാണുന്നു. അതുകൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വളരെ ശ്രദ്ധിച്ചാണ് അതിലേക്ക് കടക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇന്ന് രാവിലത്തെ മഴ, ശക്തമായ മഴയിൽ കോഴിക്കോട് വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വലിയൊരു ദുരന്തം എത്തിയിരിക്കുന്നത്. യാത്രക്കാർ നിരവധി പേർ എത്തുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ്. ഇവിടേക്ക് ഒരുപാട് യാത്രക്കാർ എത്തുന്ന ഒരു ഘട്ടമായിരുന്നെങ്കിൽ വലിയ ദുരന്തമായേനെ. പക്ഷേ ഈ അപകടം മുന്നിൽ കണ്ട് അവിടെ നേരത്തെ തന്നെ ബാരിക്കേഡ് വെച്ച് കെട്ടിയിരുന്നു എന്നാണ് റെയിൽവേ പോലീസ് അറിയിക്കുന്നത്. അത് തന്നെ വലിയ ദുരന്തം ഒഴിവായി. ആരും തന്നെ അവിടേക്ക് ഒരു മനുഷ്യനും ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായതെന്ന് തന്നെ പോലീസുകാർ പറയുന്നു. അതിന് ദൃക്സാക്ഷികളാണ്, അവരതിന് സാക്ഷ്യം വഹിച്ചു. അത് വന്ന് വീഴുന്നതിന് കണ്ടിരുന്നു എന്നുകൂടിയാണ് റെയിൽവേ പോലീസ് പറയുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇപ്പോൾ ക്ലോക്ക് ടവർ വീണ് വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്.